ഗുഡ് മോർണിംഗ് സാർ. അയ്യോ സാർ, എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ എല്ലാം അറിഞ്ഞു. ഈ കരയിൽ കച്ചവടം ചെയ്യുന്നിടത്തോളം എന്നായാലും സാറിനെ ചുങ്കത്തറക്കാർ ചതിക്കും. അത് കുറച്ച് നേരത്തെ ആക്കി തന്നത് എന്താന്ന് വെച്ചാ സാറിന് സമയം ലാഭിക്കാലോ എന്ന് കരുതിയിട്ടാ. അതിനുള്ള പ്രത്യുപകാരം ഞാൻ അങ്ങോട്ട് ചെയ്യാടാ ഓടിയ. അല്ലാന്നുണ്ടെങ്കിൽ നീയായിട്ട് എനിക്ക് ആ ചരക്ക് 10,000 രൂപയ്ക്ക് കച്ചവടമാക്കിത്താ. എന്റെ സാറേ, ഈ കരയിൽ ഇനി ആരെങ്കിലും സാറിന്റെ കയറെടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഉള്ളത് ശനിയാഴ്ചകളിൽ എക്സ്പോർട്ട് ആവശ്യത്തിന് വേണ്ടി കൊച്ചിയിൽ നിന്ന് കയറെടുക്കാൻ വരുന്ന സേട്ടുവ. അയാള് കാലാകാലങ്ങളായി ചുങ്കത്തറയെന്നാ കയറെടുക്കുന്നത്. കയറിന് ഇച്ചിരി നനവോ പൊട്ടലോ കണ്ടു കഴിഞ്ഞാൽ കയറെടുക്കാത്ത കർക്കശ ബുദ്ധിക്കാരനായ അയാൾക്ക് എങ്ങനെ 5,000-ന്റെ കയർ 10,000-ന് വിൽക്കും? നാളെ ശനിയാഴ്ച സേട്ടു വരുന്ന ദിവസമല്ലേ? ആ, നീ വാ. എങ്ങോട്ട്? പാടാ ഓടിയ. അല്ല, ഞാൻ സാധനം എടുത്ത് വീട്ടിനകത്ത് വെക്കട്ടെ. അതെ, നമ്മളാ ഇത് ചെയ്തതെന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ എന്താ? അവന്മാര് മഹാകള്ളന്മാരല്ലേ? അനാവശ്യം പറയരുത്. എന്താ ചുങ്കത്തറക്കാരെ പറ്റി പറഞ്ഞാൽ നിനക്കെന്താ? അതല്ല, കള്ളന്മാരെ കുറിച്ച് അനാവശ്യം പറയരുതെന്ന്. ഓ അങ്ങനെ. ആ കയറ്. കയർ ഇതിനകത്തല്ലേ? എടാ മുകളിലോട്ട് കയറാൻ. ഞാനാ കയറാനാ? എങ്ങനെ? എടാ പെരുങ്കള്ള നിനക്ക് കയറാൻ അറിഞ്ഞൂടെ? പോയി കയറാം. ഇങ്ങനെ പെട്ടെന്ന് പോയി കയറാം. ഇതെന്താ അരുക്കുറ്റി ശാന്തയുടെ വീടെങ്ങനെയാണോ? ഈ പോലീസുകാർക്ക് അറിയില്ലല്ലോ കള്ളന്മാരുടെ കഷ്ടപ്പാട്. എടാ ഇളകിയിരിക്കുന്ന ആസ്പെറ്റോസ് വലിച്ച് താഴെ ഇടും. ഇളകിയിരിക്കുന്നതല്ല ഞാൻ ഇരിക്കുന്നത്. അതെടുത്ത് മാറ്റിയാ ഞാൻ അങ്ങ് താഴെ പോകൂലേ? എടാ ഇത് ഇപ്പുറത്തുള്ളത്. ആ ശരി ശരി. വെറുതെ വാ സാറേ, നമുക്കിവിടെ നീന്തൽ പഠിക്കാം. വലി താഴോട്ടിടാ. ഓക്കെ. പായലുള്ളതുകൊണ്ട് പെട്ടെന്ന് താഴെ പോവാ. ചുങ്കത്തറക്കാരെ, എന്റെ കയറിൽ കരിമണൽ കയറ്റിയ തൂക്കം കൂട്ടിയത്. അവന്മാരുടെ കയറിൽ തൂക്കം കൂട്ടാൻ എനിക്ക് പച്ചവെള്ളം മതി. സേട്ടുമായിട്ടുള്ളവരുടെ കച്ചവടം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. ഈശ്വര, ഇതിനൊക്കെ കൂട്ടുന്നത് ഞാനാന്ന് ചുങ്കത്തറക്കാർ അറിഞ്ഞാൽ? ഓടാൻ തളപ്പാ. എന്റെ ബായിക്ക് ഞാനിവിടെ തറവാടക തരാതെ ചരക്ക് വെച്ചതാണോ പ്രശ്നം? ഞാനിവിടെ ചരക്ക് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇപ്പൊ ഏകദേശം 30 മണിക്കൂറായി. മണിക്കൂറിന് 10 രൂപ വെച്ച് കൂട്ടിയാൽ തന്നെ തറവാടകയ്ക്കാണ് ഞാനിവിടെ വെച്ചിരുന്നതെങ്കിൽ 300 രൂപ തന്നിട്ട് എനിക്ക് എടുത്തോണ്ട് പോകാമായിരുന്നല്ലോ. ഇപ്പൊ പണയത്തിന് വെച്ചതുകൊണ്ടല്ലേ 500 രൂപ തരേണ്ടി വരുന്നത്. അപ്പോഴും ബായിക്ക് 200 രൂപ ലാഭമല്ലേ? അത് ശരിയാണല്ലോ. അച്ഛൻ എന്താ രാവിലെ തന്നെ കുടിച്ചിട്ടുണ്ടോ? ആ 500 രൂപ നമ്മൾ കൊടുത്താലേ, പിന്നെ അതെങ്ങനെ ലാഭാവും? അതും ശരിയാണല്ലോ. വീണ്ടും എന്നെ പറ്റിക്കാന്ന് വിചാരിച്ചോ? കയറുകൊണ്ട് തലങ്ങും പലങ്ങും വെച്ച് തരണം. മനുഷ്യൻ അനങ്ങാനും മയ്യ ചെരുങ്ങാനും മയ്യ. എന്റെ കാശ് തന്നെ ഇപ്പൊ ഇവിടുന്ന് എന്റെ കയർ കൊണ്ട് ഇറങ്ങിക്കോളാം. കയർ കൊണ്ടുപോകാനാണ് ഇപ്പൊ വരും. ആര് വരാൻ? ആ, ഇയാളുടെ കയറ് വാങ്ങാൻ ഇംഗ്ലണ്ടിൽ നിന്ന് വിമാനം പിടിച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ വരുന്ന റേഡിയോയിലുണ്ടായിരുന്നു. അച്ഛൻ കേട്ടില്ലായിരുന്നോ? ഇല്ല. ചുങ്കത്തറയെന്ന് അനിയപ്പന് ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കയറ് തിരിച്ചു വേണം. അതിന് ഞാൻ ആ കയറ് വിൽക്കുന്നില്ലല്ലോ. വിൽക്കുന്നില്ലേ? അത് നീ മാത്രം തീരുമാനിച്ച പോരല്ലോ. ബായിയുടെ ഡാഡിക്ക് അറിയാതെ ഒരു അബദ്ധം പറ്റി. എനിക്ക് തന്ന കയറ് മുഴുവൻ കരിമണലായിരുന്നു. ഇത് 5,000 രൂപയ്ക്കുള്ളതേ ഉള്ളൂ. വിറ്റാ എനിക്ക് നഷ്ടമാ. വിൽക്കാതിരുന്ന പിന്നെ ആ പ്രശ്നമില്ലല്ലോ. അത് കയറ് വാങ്ങുമ്പോ നോക്കി വാങ്ങണമായിരുന്നു. 5,000 രൂപ അങ്ങ് തിരികെ തരും. കയറ് ഞങ്ങൾ എടുക്കുക. ഞാൻ 10,000 രൂപ കൊടുത്ത് മേടിച്ച കയറല്ലേ? അങ്ങനെ ആരെങ്കിലും നഷ്ടക്കച്ചവടം നടത്തുവോ ബായി? മാറാ അങ്ങോട്ട്. അവന് 10,000 കൊടുത്തേക്കാം. സേട്ടുവിടെ കാട്ടിരിക്കുക. അയാളുമായി വർഷങ്ങളായിട്ടുള്ള കച്ചവട. അതൊരു തവണ മുറിഞ്ഞ അയാൾ ഇനി വഴിക്ക് വരില്ല. അലിക്കോരത്തേക്ക് പോവും. ഇവിടെ കാശ് നോക്കണ്ട. ശരി, നീ തന്ന 10,000 തിരിച്ചു തന്നേക്കാം. ഞാൻ 10,000 സമ്മതിച്ചെന്ന് ആരാ പറഞ്ഞത്? നമ്മളൊക്കെ കച്ചവടക്കാരല്ലേ ബായി? നമ്മൾ കച്ചവടം ചെയ്യുന്ന ലാഭത്തിന് വേണ്ടിയല്ലേ, അല്ലാതെ ആള് കാണിച്ച അമ്മായിയുടെ മോടെ സംബന്ധം ചെയ്യാനല്ലല്ലോ. ഇത് ഞാൻ കാശ് കൊടുത്ത് മേടിച്ച മുതലാ. എന്റെ മുതല് വേണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന വില തരണം. കച്ചവടം ഞങ്ങൾ പഠിപ്പിക്കുന്നോ? എന്താണ് നോക്കിയിരുന്നേ? എന്റെ അനുവാദം കൂടാതെ എന്റെ കയറെ തൊട്ടന്റെ കൈ ഞാൻ വിട്ടും. മാറിക്കടാ.
ഈ കരയിൽ വന്ന് വളച്ചെടുക്കുന്നതാ. ആർക്കാണ് എന്റെ മുതല് വേണ്ടത്? എത്ര കാശാ നിനക്ക് വേണ്ടേ? എന്റെ ചരക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകണമെങ്കിൽ ഒരണാ പൈസ കുറവില്ലാതെ 25,000 രൂപ രൊക്കം കാശ് ഇവിടെ കിട്ടണം. സമ്മതിച്ചിരിക്കുന്നു. ചരക്കിറക്കാം. അച്ഛാ കാറ്റിന് ചക്രം എന്നാ ഞങ്ങൾ പഴമക്കാര് പറയണേ. അത് കറങ്ങി വരും പോവും. നീ കരുതിയിരുന്നോ? പവിയേട്ടനോ? വരൂ. വയനാട്ടിൽ നിന്ന് എപ്പോ വന്നു? വയനാട്ടിൽ നിന്നോ? ആ, പവിയേട്ടൻ വരട്ട് ചൊറിക്കോ അങ്ങനെ എന്തോ അസുഖത്തിന് വയനാട്ടിൽ ചികിത്സിക്കാൻ പോയിരിക്കാന്ന് അച്ഛൻ പറഞ്ഞു. ഞാനതങ്ങോട്ട് പൂർണ്ണമായിട്ടും വിശ്വസിച്ചിട്ടില്ല. ഞാനിത് ഇങ്ങോട്ട് വന്നതാ. എടാ, പട്ടാപ്പകൽ ഇവിടെ വന്ന് ലവ് ലെറ്റർ കൊടുക്കുന്നു. നീ എന്ത് ധൈര്യത്തിലാണ് ഈ കത്ത് കൊണ്ട് ഇവിടെ വന്നത്? ഞാൻ സാറിനെ എന്നെ കാണണമെങ്കിൽ ഇവിടെയല്ല, അങ്ങ് ഓഫീസിലാണ് വരേണ്ടത്. ഞാൻ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പോവാ. ഞാൻ ഈ പോലീസ് പണിയും കേസന്വേഷണവും ഒക്കെ നിർത്തി. അതെന്റെ രാജിക്കത്താ. സാറത് കീറിക്കളഞ്ഞ സ്ഥിതിക്ക് ഞാൻ വേണമെങ്കിൽ വേറൊരെണ്ണം. വേണ്ട വേണ്ട, ഞാനിത് ഒട്ടിച്ചെടുത്തോളാം. അറിഞ്ഞില്ലല്ലോ. പവിയേട്ടൻ എവിടെ പോകുന്നു? ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷം കെട്ടിയിട്ടുള്ളവനാ ഞാൻ. ഒടുവിൽ പോലീസ് വേഷം. ലക്ഷ്മി പറഞ്ഞതുപോലെ അതൊന്നും എനിക്ക് പറ്റിയ പണിയല്ല. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു കച്ചവടക്കാരന്റെ വേഷമാണ് എനിക്ക് ചേരുന്നത്. ലക്ഷ്മിക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാ സാറിനെ ഇവിടെ നിന്ന് ഓടിച്ചതെന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ശരിക്കുള്ള ജീവിതമാർഗം കാണിച്ചു തന്നതിന് സാറിനോട് എനിക്ക് നന്ദിയുണ്ട്. ദാ സാറ് തന്ന 10,000 രൂപ. ലക്ഷ്മി എന്ന് മോഹിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അത് മറന്നേക്ക്. അല്ല, ഈ കയർ ഫാക്ടറി തുടങ്ങാനൊക്കെ ഒരുപാട് കാശ് വേണ്ടേ? ഞാൻ ധനലക്ഷ്മി ബാങ്കിന്റെ ശബരിമല ബ്രാഞ്ചിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും 1-ാം തീയതി നട തുറക്കുമ്പോഴേ ബാങ്ക് തുറക്കും. അതായത് ഒരു മാസം എടുക്കും ചെക്ക് പോയി മടങ്ങി വരാൻ. അതിനകം നമ്മുടെ ചരക്ക് വിറ്റ് കിട്ടുന്ന കാശ് ബാങ്കിൽ അടക്കില്ലേ? ആ സമയത്തിനകം കാശ് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിലോ? സ്ഥലത്തെ പ്രധാന ദിവ്യനായി നിന്നെ മുൻനിർത്തിയാണ് ഞാനിവിടെ കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. എന്റെ ചെക്ക് മടങ്ങിയാലും ഞാൻ എന്ത് ഫ്രോഡ് കാണിച്ചാലും ആദ്യം തല്ലി കിട്ടുന്നത് നിനക്കായിരിക്കും. അത് ശരി. അപ്പൊ എന്റെ തടി പണയം വെച്ചിട്ടാണ് ഇവിടെ കച്ചവടം നടത്തുന്നത് അല്ലേ? ഇത് ഞാൻ സമ്മതിക്കില്ല. നീ സമ്മതിക്കില്ല? സമ്മതിക്കില്ല. എടാ ഒടിയൻ ചന്തു. സമ്മതിച്ചു. എന്നാ വാ. അല്ല പിന്നെ